വിജിൻ വായാന്തോട് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. വിജിൻ, ഇപ്പോൾ ഏത് പോളിംഗ് സ്റ്റേഷനിലാണുള്ളത്? അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? 6 മണി കഴിഞ്ഞു, 7 മണിക്ക് തന്നെ വോട്ടെടുപ്പൊക്കെ ആരംഭിക്കുന്നതാണ്. എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? അമൃത, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലെ പോളിംഗ് ബൂത്തിലാണ്. അവിടെ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മോക്ക് പോളിംഗ് ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ബൂത്ത് ഏജന്റുമാരെ ഒക്കെ ഇവിടത്തേക്ക് വിളിച്ചു വരുത്തി വോട്ട് യന്ത്രങ്ങൾ ഒക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ മോക്ക് പോളിംഗിലൂടെ ഉദ്യോഗസ്ഥർ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ അവരുടെ ID കാർഡുകൾ ഒക്കെ ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വലിയ സെമി ഫൈനൽ എന്ന് വിളിക്കാവുന്ന ഇത്തവണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി അതിൻ്റെ ആദ്യഘട്ട നടപടികൾ ഒക്കെ നടത്തുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:10 ആയിരിക്കുന്നു. 6:10 ഇനി 40 മിനിറ്റ് നേരമാണ് ആദ്യത്തെ പോളിംഗ് നടക്കാൻ ഉള്ളത്. ഉദ്യോഗസ്ഥർ അതിൻ്റെ വോട്ടിംഗ് മെഷീനുകൾ ഒക്കെ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് നിലവിൽ ഇവിടെ ബാർട്ടൺ ഹിൽ സ്കൂളിലെ ഈ ബൂത്തിൽ 2 ബൂത്തുകൾ ഉണ്ട്. ആ ബൂത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ എത്തി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. വലിയ ആവേശത്തിലുള്ള പ്രചാരണം നടന്നിരുന്നു. പല പല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും ചെയ്തു. അതിനൊക്കെ ശേഷം ജനം വിധിയെഴുതാൻ പോകുന്നു. പ്രധാനമായും ഒരു കോർപ്പറേഷനിൽ BJP പ്രതിപക്ഷത്തുള്ള കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. LDFന്റെ ഭരണസമിതിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFനെതിരായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവ അവസാന ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ പലതും LDFന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം എന്ന് പറയാവുന്ന ഒരു പോരാട്ടമാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുരളീധരന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിനും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തെ പോലെ 10ലേക്ക് ചുരുങ്ങുന്നതിനപ്പുറം വലിയ തരത്തിലുള്ള മെജോറിറ്റി നേടാൻ കഴിയും, ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ BJP ചരിത്രത്തിൽ ആദ്യമായി തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസവുമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു കോർപ്പറേഷനിലെ എല്ലാ പ്രചാരണങ്ങളും നടന്നത്. അടിത്തട്ട് മുതൽ ഉള്ള പ്രവർത്തനങ്ങൾ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ അതിനിടയിൽ BJPക്കും നേരിടേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുമല അനിലിന്റെയും ഒപ്പം തന്നെ ആനന്ദ് തമ്പിയുടെയും ആത്മഹത്യയാണ്. അത് BJPക്ക് ഉണ്ടാക്കിയ വലിയ പ്രതിരോധം അത് ചെറുതായിരുന്നില്ല. അതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുപക്ഷവും മുന്നിട്ടിറങ്ങി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനം മന്ത്രി V ശിവൻകുട്ടി തന്നെ ആനന്ദ് തമ്പിയുടെ അമ്മയുടെ മരണം, അത് ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയിൽ മനംനൊന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഒരു പ്രചരണായുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ടായി. V ശിവൻകുട്ടി നിരന്തരമായി ആനന്ദ് തമ്പിയുടെ വീട്ടിലേക്ക് എത്തി. ഒപ്പം തന്നെ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുകയും ചെയ്തു. LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഭരണം നടത്തുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ സ്മാർട്ട് സിറ്റി പദ്ധതി മുൻനിർത്തിയുള്ള വലിയ പ്രചാരണം തന്നെയായിരുന്നു LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതും പ്രധാനമായും എടുത്തു കാണുന്നതാണ്. അങ്ങനെ സ്മാർട്ട് സിറ്റി, ഒപ്പം തന്നെ പല വിധ കോർപ്പറേഷൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചാണ് ഇത്തവണ LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനിടയിൽ കോർപ്പറേഷൻ മേയറെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള വിവാദങ്ങൾ ഉൾപ്പെടെ പലതും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. UDFിലെ നേതാക്കളെല്ലാം തന്നെ ആയുധമാക്കിയൊരു വിഷയം തന്നെയായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് കളത്തിലില്ല എന്നുള്ളൊരു ചോദ്യം. നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ വിജിൻ 49 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ വീണ്ടും ഇത്തവണയും ഭരണത്തിൽ വരികയാണെങ്കിൽ അവർക്കത് ഒരു പൊൻതൂവൽ കൂടെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നത്.
തീർച്ചയായും അതൊരു വലിയ വിവാദമായി ഉയർന്ന വിഷയം തന്നെയാണ്. പക്ഷേ CPM അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് LDF ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണത്തിനിറങ്ങിയത്. ശിവൻകുട്ടി എല്ലാ വാർഡുകളിലും എത്തി പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് LDFന്റെ പ്രചാരണം നയിച്ചത് ശിവൻകുട്ടിയാണ്. ഇത്തവണ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചു എന്നുള്ള പ്രത്യേകതയുണ്ട്. LDFന് വേണ്ടി അത് വി ശിവൻകുട്ടിയാണെങ്കിൽ BJPക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയുള്ള ഒരു പ്രചാരണം നയിച്ചു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ തുറുപ്പ് സീറ്റായ K മുരളീധരൻ തന്നെ നേരിട്ട് പ്രചാരണ ദൗത്യം ഏറ്റെടുത്തായിരുന്നു ഇത്തവണ ഈ കോർപ്പറേഷനിൽ പ്രചാരണങ്ങളൊക്കെ കോൺഗ്രസിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയത്. അവസാന ഘട്ടം വരെ അദ്ദേഹം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ വ്യക്തമാക്കിയത് ഇത്തവണ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും, ഭരണം പിടിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. കഴിഞ്ഞ 50ഓളം വർഷം നീണ്ടുനിന്ന LDFന്റെ ഭരണം അതിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ K മുരളീധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അതിനാവശ്യമായ പ്രചാരണം തന്നെയാണ്. ഒരു MLA നേരിട്ട് രംഗത്തിറക്കിയുള്ള പ്രചാരണം, അത് ശബരിനാഥനെ കവടിയാർ വാർഡിലേക്ക് മത്സരത്തിനിറക്കുന്നു. അങ്ങനെ തങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ആ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഒക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ പലതരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇത്തവണ LDFന്റെയും UDFന്റെയും ഒപ്പം തന്നെ BJPയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. BJPയാണ് പ്രധാന എതിരാളി എന്ന് കണ്ടു തന്നെയാണ് LDFന്റെ പ്രചാരണം എല്ലാം മുന്നോട്ട് പോയത്. രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലായ്മയൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള വലിയ പ്രചാരണം LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്കെതിരെ പ്രധാന ആയുധമാക്കി മാറ്റുന്നു അവരുടെ വിഭാഗീയതയും ഒപ്പം തിരുമല അനിലിന്റെ ആത്മഹത്യ, ആനന്ദ് K തമ്പിയുടെ ആത്മഹത്യ, അതെല്ലാം വലിയ പ്രചാരണ വിഷയമാക്കി LDF ഉയർത്തിയിരുന്നു. LDF കഴിഞ്ഞ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുമ്പോൾ അതിന്റെ ഭരണവിരുദ്ധ വികാരം, അത് നടപ്പിലാക്കുന്നത് പല പദ്ധതികളും കേന്ദ്ര പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ തയ്യാറാക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ, എന്നുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ വലിയ അഴിമതി ആരോപണം, ഈ കോർപ്പറേഷന് വേണ്ടി കേന്ദ്രം നൽകിയ പല ഫണ്ടുകളും അത് അഴിമതി നടത്താനായി ഉപയോഗപ്പെടുത്തി എന്നുള്ള വലിയ ആരോപണം ഒക്കെയാണ് ഈ NDAയുടെ ഭാഗത്തുനിന്ന് BJPയുടെ ഭാഗത്തുനിന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ NDA എന്നുള്ള നിലയിൽ, മുന്നണി എന്നുള്ള നിലയിൽ അവർക്ക് BDJSുമായി പോലും ഒരു കൃത്യമായ സമവായത്തിലെത്താൻ, സീറ്റ് ധാരണയിലെത്താൻ കഴിയാത്ത വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വിമതശല്യം BJPക്ക് അല്ല ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സാധാരണഗതിയിൽ കോൺഗ്രസിനും UDFനുമാണ് വിമതശല്യം ഉണ്ടാകാറെങ്കിൽ ഇത്തവണ കോർപ്പറേഷനിൽ തന്നെ വലിയ വിമതശല്യം, അത് വാഴോട്ടുകോണത്തും ഒപ്പം തന്നെ ഉള്ളൂരിൽ പ്രധാനപ്പെട്ട CPMന്റെ നേതാവ്, അത് ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന മണികണ്ഠൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം. ഒപ്പം തന്നെ KV മോഹനൻ വാഴോട്ടുകോണത്ത് CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വിമത സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ UDFലും BJPയിലും ഒക്കെയാണ് വിമതശല്യം രൂക്ഷമായ നിലയിൽ ഉണ്ടാകാറെങ്കിൽ ഇത്തവണ LDFനും അതേ നിലയിൽ തന്നെയായിരുന്നു സാഹചര്യം ഒരുങ്ങിയത്. അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ പോലും തയ്യാറാകാതെ ഇപ്പോഴും മത്സര രംഗത്ത് നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. അത് LDFനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുദ്ധ ശബ്ദം ഉയർന്നാൽ അത് നേതാക്കൾ തന്നെ ഇടപെട്ട് പരിഹരിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടാകാറ്. പക്ഷേ അത്തരത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ഇത്തവണ ഈ 2 വാർഡുകളിലും കഴിഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകദേശം 5 വാർഡുകളിലാണ് LDFന് വിമത ശല്യം നിലവിൽ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ UDFനും അതേ സാഹചര്യം തന്നെ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, വിവാദങ്ങൾ, ഒപ്പം തന്നെ അസ്വാരസ്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വിധിയെഴുതാൻ പോകുന്നത്. തിരുവനന്തപുരം എന്നുള്ള 101 വാർഡുകളാണ് തിരുവനന്തപുരത്ത് ഇത്തവണയുള്ളത്. അതിൽ ഈ 5 വാർഡുകൾ പുതുതായി രൂപീകരിക്കപ്പെട്ടതാണ്. നിലവിൽ 100 വാർഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അധികമായി വരികയും ചെയ്തു. അങ്ങനെ ഈ ആദ്യഘട്ടത്തിൽ ഈ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോര് ഉൾപ്പെടെ നടന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ 56 സീറ്റിലാണ് കഴിഞ്ഞ തവണ LDF ഭരണം നിലനിർത്തിയത്. 35 ഇടത്തായിരുന്നു BJPക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ, കൗൺസിലർമാരെ ഉണ്ടാക്കാൻ ഒക്കെ കഴിഞ്ഞത്. അതിൽ ഒരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. LDF ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആര്യ രാജേന്ദ്രനെ മുൻനിർത്തി നടത്തിയ ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ 4 ഉപതെരഞ്ഞെടുപ്പിലും LDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു സീറ്റ് BJPയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള വലിയ ആത്മവിശ്വാസം, അത് LDF ഭരണസമിതിയുടെ വലിയ നേട്ടമായാണ് അവർ ഉയർത്തി. അതെ, ഏതായാലും മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വന്നാൽ പല വിധത്തിലുള്ള വിഷയങ്ങളൊക്കെ മുന്നണികളെ അലട്ടുന്നുമുണ്ട്. ഏറ്റവും പ്രധാനം
ഈ BJPയെ സംബന്ധിച്ച് തിരുമല അനിലിന്റെയും അതുപോലെ തന്നെ RSS പ്രവർത്തകൻ ആനന്ദിന്റെയും ഒക്കെ ആത്മഹത്യ തന്നെയാണ്. ഏതായാലും മോക്ക് പോളിംഗ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. ഇനി